ഹായ് വെൽക്കം ടു പ്രവീസ് വ്ലോഗ്. ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ച് കൊക്കോനെയൊക്കെ എടുത്ത് കൊഞ്ചിച്ച് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാനൊരു ട്രിപ്പ് പോകാൻ റെഡിയായിരിക്കുവാണ്. കുറേ നാളായി, വർഷങ്ങളായി പ്ലാൻ ചെയ്തിട്ട് നടക്കാതിരുന്ന് ഇപ്പോൾ യാഥാർത്ഥ്യമായൊരു ട്രിപ്പ്. അപ്പം ഞാൻ ഇന്നൊരു ഗോവ ട്രിപ്പ് പോകാനുള്ള പ്ലാനിലാണ് ആക്ച്വലി. അപ്പം ഞാൻ മാത്രമേ പോകുന്നുള്ളൂ, അൽക്കു വരുന്നില്ല. കാര്യം അൽക്കു ഒരാഴ്ച അവിടെ ആയിരുന്നു. അൽക്കുൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് ഉണ്ടായിരുന്നുകൊണ്ട് അൽക്ക് ഒരാഴ്ച ഗോവയിലായിരുന്നു. 2 ദിവസം മുന്നേ വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അൽക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെ പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പം ഇവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. കൊക്കോയ്ക്കാണെങ്കിലും ആരെങ്കിലും വീട്ടിൽ നിന്ന് പോയാൽ അപ്പം അവൾക്ക് കൂടെ വരണം, അതാണ്. അപ്പോൾ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി. നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത്. വൈകുന്നേരത്തെ ട്രെയിൻ 5:30 അങ്ങോട്ടുള്ളൊരു ട്രെയിനായിരുന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഫുള്ള് പുതിയ പ്ലാറ്റ്ഫോമിൻ്റെ പണി നടക്കുന്നുണ്ട്, പ്ലാറ്റ്ഫോം വലുതാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് പ്ലാറ്റ്ഫോമൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്, തീരെ സ്ഥലമില്ല. അങ്ങനെ ട്രെയിൻ വന്നു. രാജധാനിയിലാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ രാജധാനിയിൽ യാത്ര ചെയ്യുന്നത്. ഞാനിതുവരെ രാജധാനിയിൽ പോയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് രാജധാനി എന്ന് പറയുമ്പോൾ എന്തോ വലിയ സംഭവമൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനകത്തോട്ട് കയറിയത്. പക്ഷെ അതിനകത്ത് കയറിയപ്പം എനിക്ക് മനസ്സിലായി സാധാരണ ട്രെയിൻ പോലെ തന്നെയാണ്. ഫുഡ് വന്നപ്പോൾ അതിൽ കൂടുതൽ മനസ്സിലായി. കാര്യം ഫുഡ് സാധാരണ ഒരു നോർമൽ ഫുഡായിരുന്നു. നോർമൽ ഫുഡെന്ന് പറഞ്ഞാൽ ട്രെയിനിൽ കിട്ടുന്ന നോർമൽ ഫുഡ്, ചോറ്, ഡാൽക്കറി, പിന്നെ ഒരു ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കറി, പിന്നെ ചപ്പാത്തി, പിന്നെ ഒരു പായസം പോലത്തെ ഒരു സാധനം. പായസമാണെന്ന് തോന്നുന്നു. എനിക്ക് ആക്ച്വലി അതിൽ ഈ പായസം മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. എനിക്കാണ് വിശപ്പും മാറിയില്ല, വിശക്കുന്നതും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഷീജ കോഴിക്കോട് നിന്ന് കയറുന്നുണ്ട്. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞപ്പം എനിക്ക് അവിടെ നല്ല ചൂട് തട്ടുദോശയും ഓംലെറ്റും ഒക്കെ കൊണ്ടു തന്നു. അതുമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ നമ്മളിതാ ഗോവയിലെത്തി. അപ്പോൾ ഗോവയിൽ നമ്മൾ സൗത്ത് ഗോവയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഗോവയിൽ നമ്മൾ എത്തിയപ്പോഴത്തേക്കും വിനീഷും അമ്മുവും ചീരുവും കൂടെ അവിടെ എത്തിയായിരുന്നു. അപ്പം അവരും നമ്മളിവിടെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കുറേ നാളായി പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ഓരോരോ കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി. ഒരിടത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി, വിശന്ന് കത്തി കയറിയതാണ്. ഇതുപോലൊരു കച്ചവട സ്ഥലം വേറെയില്ല. അത്ര വൃത്തിയായിട്ട ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒന്നും പറ്റാഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്റ്റേയിൽ അവിടെ എത്തിയിട്ട് അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല കോഫിയും, അവിടെ നിന്നൊരു കോഫി കുടിച്ചപ്പോൾ കോഫി കുടിച്ചു എന്നൊരു ഫീലെങ്കിലും ആയത്. നല്ല കോഫിയും പിന്നെ നല്ല ആംബിയൻസും ആയിരുന്നു. ബീച്ചിൻ്റെ സൈഡിലായിരുന്നു. ഞങ്ങൾ സൗത്ത് ഗോവയിലാണ് സ്റ്റേ ചെയ്തത്. അവിടെ ഒരു ബീച്ച് റിസോർട്ടിലായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അവിടുത്തെ ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ നല്ല ആംബിയൻസും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയോ കഴിച്ചു. സാൻഡ്വിച്ച്, അതായത് പാസ്ത, ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ മേടിച്ച് ഞങ്ങൾ കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഫുഡ് കഴിച്ചൊരു ഫീല് തോന്നിയത്. വിശപ്പം മാറി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി ഒന്ന് ഫ്രഷായി. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക്. നമ്മൾ എവിടേക്കോ പോവാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇറങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ കോലാല ബീച്ച് പോവാം എന്നുള്ള ഡിസിഷനിലെത്തി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടോന്ന് എനിക്കറിയില്ല. എക്സ്പ്ലോറിംഗ് സദേൺ ഗോവ ഗൈസ്. പോയി എവിടെ എത്തും, ഏത് കാട്ടിലെത്തും ഞങ്ങൾക്ക് അറിയില്ല. മനുഷ്യവാസമുള്ള റോഡായതുകൊണ്ട്. ഹലോ ഗൈസ് പറഞ്ഞോ, പറയുന്നില്ലേ? ഹലോ ഗൈസ്, ബാക്കി ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സദേൺ ഗോവ ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ചീരു കുറച്ച് ബീച്ചിലൊക്കെ കളിച്ചിട്ടാകെ ടയേർഡാണ് ഗൈസ്. ഡ്രൈവർ വളരെ സീരിയസ് ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ ഗൈസ്. ഡ്രൈവിങ്ങിന് മാത്രമായി വന്ന ആളാണ് ഗൈസ്. ഞങ്ങൾ 3 പെൺകുട്ടികളുടെ ഹലോ. ഒരു കൊച്ചു എത്ര ഇതായിട്ട് സൗന്ദര്യം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. പിന്നെ ഒരു സ്ത്രീയുണ്ട്. വൈബ് പോരാ എന്ന് പറഞ്ഞിരിക്കുന്ന വേറൊരു സ്ത്രീയുണ്ട്. ഓക്കെ ഗൈസ്, ഞങ്ങൾ ബാക്കിയെല്ലാം പിന്നെ കാണിക്കുന്നതാണ്. സ്ഥിരോ ഗൈസ്, നമ്മൾ കോല ബീച്ചിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. പക്ഷെ ഞങ്ങളുടെ ഡ്രൈവറിന് പണി പാളി ഗൈസ്. ഓഫ് റോഡ് പോകാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ കോല ബീച്ച് പോകാൻ എത്തിയിരിക്കുകയാണ്. പക്ഷെങ്കിൽ ചീരി ഉറങ്ങി എണീറ്റിരിക്കുകയാണ്. ഒരു തള്ള ഇറങ്ങുന്നില്ലല്ലോ. ഈ തള്ളക്കൊന്ന് ഇറങ്ങിക്കൂടെ? എത്ര സമയമാണ്. അങ്ങനെ ഞങ്ങൾ കോല ബീച്ച് പോകാൻ വേണ്ടി അവിടെ എത്തി. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങോട്ടേക്ക് വണ്ടികൾ വിടത്തില്ല. 2 വീലേഴ്സ് വിടും ആ ബീച്ചിൻ്റെ അടുത്തേക്ക്. ബാക്കി നമ്മുടെ പ്രൈവറ്റ് വണ്ടിയൊക്കെ, കാറോ എന്താണെന്ന് വെച്ചാൽ അവിടെ പാർക്ക് ചെയ്തിട്ട് അവരുടെ വണ്ടിയിൽ വേണം പോകാൻ. ഞങ്ങൾ അവിടെ ചെന്ന് ആക്ച്വലി ഒരു എൻട്രി കാർ എടുത്തു. ഞങ്ങൾ ഇത്രയും പേരുള്ളപ്പം
അതാണ് നല്ലത്. അപ്പോൾ അവിടെ കയറി ആദ്യമൊക്കെയോ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു നടന്നു പോയാൽ മതി. അപ്പം നമ്മൾ ആദ്യം ഒന്ന് വിചാരിച്ചു നടന്നു പോയാലോ എന്ന്. പക്ഷെ പിന്നെ എന്തുകൊണ്ടും മനസ്സിലായി വണ്ടി എടുത്തതാണ് നല്ലതെന്നുള്ളത്. നടന്നു പോകാനൊന്നും പറ്റത്തില്ല കേട്ടോ, അത് ഒത്തിരി ദൂരമുണ്ട്. പോകാൻ പറ്റുന്നവർക്ക് പോകായിരിക്കും, ഞങ്ങൾക്കൊന്നും എന്തായാലും പറ്റത്തില്ലായിരുന്നു, കുറേ ദൂരമുണ്ട് അവിടുന്ന്. പിന്നെ ആ റോഡെന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് പോകും തോറും അതൊരു വല്ലാത്ത റോഡായിരുന്നു. വല്ലാത്ത റോഡെന്ന് വെച്ചാൽ ശരിക്കും ഒരു ഓഫ് റോഡ് ട്രക്കിങ്ങിൻ്റെ ഒരു എഫക്റ്റ് തന്നെ ആയിരുന്നു. ഫുള്ള് കുണ്ടും കുഴിയും ചെളിയും. ഞങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് കുറേ സ്കൂട്ടറിൽ ആൾക്കാർ പോകുന്നുണ്ട്. ഒരു വണ്ടി വന്നാൽ മറ്റേ വണ്ടി മാറ്റിയാലേ വണ്ടിക്ക് പോകാൻ പറ്റത്തുള്ളൂ, അങ്ങനെയൊക്കെ ആയിരുന്നു. ആ സ്കൂട്ടറിൽ പോകുന്നവരൊക്കെ നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. വണ്ടി ഒന്ന് എടുത്തുകൊണ്ട് പോകാനൊക്കെ പലയിടത്തും നിർത്തി തള്ളി കയറ്റി അങ്ങനെയൊക്കെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. കുറച്ച് പെൺകുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്കൂട്ടറിൽ വന്നു, അവരൊക്കെ എങ്ങനെയൊക്കെയോ അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയായിരുന്നു. ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഓഫ് റോഡ് റൈഡിങ്? നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടായിരുന്നു? ഒന്ന് പറയൂ. ഞാനൊന്ന് ശ്വാസം വിളിച്ചോട്ടെ, എന്നിട്ട് പറയാം. അങ്ങനെ ഞങ്ങൾ വിജയകരമായി ഇവിടെ എത്തിയിരിക്കുന്ന ആപത്തൊന്നും കൂടാതെ ഇനി സ്റ്റെപ്പ് നോക്കി നടന്നോ. But definitely guys, all the trekking was worth it. കോല ബീച്ച് ഭയങ്കര ഭംഗിയുള്ളൊരു ബീച്ചായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര നീറ്റുമായിരുന്നു. നമുക്ക് ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നു അവിടെ. നമുക്ക് നിൽക്കാനും നടക്കാനും ഒക്കെ ഒത്തിരി സ്ഥലങ്ങളും ഉണ്ട് അവിടെ. ഇങ്ങനെ ഭയങ്കര ഭംഗിയാണ്, നല്ല ഭംഗിയുള്ള സൈഡിൽ മലയും ഒക്കെ ആയിട്ട് ഫുള്ള് പാറയൊക്കെ ആയിട്ട്. അവിടെ ഇങ്ങനെ ഒരു ചെറിയ അരുവിയൊക്കെ ഉണ്ടായിരുന്നു. സൈഡിലൊരു കയാക്കിങ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അരുവി കൂടെ ലച്ചു അപ്പുറത്തോട്ട് പോകാൻ വേണ്ടി, അപ്പുറത്ത് റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ പോകാമെന്നൊക്കെയുള്ള തീരുമാനത്തിൽ ഞങ്ങൾ. പക്ഷേ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അവളോട് ഞാൻ പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞ് അവൾ പോയി. അപ്പോൾ അവളൊന്ന് ചെറുതായിട്ട് വീണ്, എന്നിട്ട് അവൾ തിരിച്ച് അതുപോലെ ഇങ്ങോട്ട് പോരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. വെള്ളത്തിന് നല്ല ഒഴുക്കായിരുന്നു. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ പോകാമെന്നുള്ള ഞങ്ങളുടെ എന്താ പറയുക തീരുമാനമൊക്കെ ഞങ്ങൾ മാറ്റി. എന്നിട്ട് ലച്ചു ഇങ്ങോട്ട് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ ഇപ്പുറത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ പിന്നെ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു അവിടുത്തെ ഫുഡും. നല്ല ഫ്രഷ് ഫിഷ് ഫ്രൈ ചെയ്തതും ഫിഷ് റവ ഫ്രൈ, അതാണ് ഗോവയിലെ ഒരു സ്പെഷ്യൽ ഡിഷാന്ന് പറഞ്ഞിട്ട് അതൊക്കെ മേടിച്ച് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പം അവിടെ അപ്പുറത്ത് തന്നെ ഒരു ചെറിയൊരു കയാക്കിംഗ് സംഭവം ഉണ്ടായിരുന്നു. നമ്മളത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. ഞങ്ങൾ വഞ്ചി തുഴയാൻ പോവുകയാണ്, വഞ്ചി തുഴയാൻ പഠിക്കാൻ പോവുകയാണ്. എക്സ്പീരിയൻസ് ആയാൽ ഞങ്ങൾ പിന്നെ കടലിലിറങ്ങും. ഞങ്ങൾ വഞ്ചി തുഴയാൻ പോവുകയാണ്. തിരിച്ചു വരുമില്ലെന്ന് ഉറപ്പൊന്നുമില്ല. അങ്ങോട്ട് തുഴഞ്ഞു പോകും, ഇങ്ങോട്ട് നടന്നു വരും, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ചേച്ചിയുടെ പാർട്ട്ണർ. ഹലോ പാർട്ട്ണർ. പാർട്ട്ണർ മിസ് ലച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടില്ലേ ഇവിടെ നെഞ്ചത്ത് ലച്ചുവിന് കയാക്കിന് പോകണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ടാണ് ഞാനും കൂടെ ഇറങ്ങിയത്. പക്ഷേ കയാക്കിന് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ലച്ചു അയ്യോ എനിക്ക് തിരിച്ചു പോണേ എനിക്ക് പേടിയാവുന്നേ പ്രവീച്ചി എനിക്ക് പേടിയാവുന്നേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എങ്ങനെയൊക്കെയോ തുഴഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കുറച്ച് അവിടെ കിടന്ന് തുഴഞ്ഞ്. ഞങ്ങൾക്ക് ഒത്തിരി ദൂരമൊന്നും പോകാൻ പറ്റിയില്ല, കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. അമ്മും മിനീഷും ഒക്കെ നല്ലോണം തുഴഞ്ഞ് പോയിട്ടൊക്കെ എത്തി. ഞങ്ങൾ എങ്ങനെയൊക്കെയോ കരയിലെത്തി എന്ന് പറയാം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ കുറേ നടന്നു. അപ്പോൾ സൺസെറ്റിൻ്റെ ടൈം ആറായിരുന്നു. അപ്പോൾ നമ്മൾ സൺസെറ്റൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാമെന്നുള്ള ഇതിൽ കുറച്ച് സമയം അവിടെയൊക്കെ ഇങ്ങനെ നടന്നു. പക്ഷെ ഭയങ്കര ഭംഗിയുള്ള ഒരു ബീച്ചായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പോകുന്നവർ ഇങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ശരിക്കും സൗത്ത് ഗോവയിൽ തന്നെ പോകണം കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ആ ബീച്ചിൽ ഇരുന്ന് കുറേ കളിച്ചു. എന്താ പറയുക, നമ്മുടെ ചീരു അവളുടെ കുറേ ബീച്ച് ടോയ്സൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ എടുത്തു വെച്ച് കുറേ കളിച്ചു. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. അപ്പോഴത്തേക്ക് സൺസെറ്റ് ആയിരുന്നു. സൺസെറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം അന്നത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചത് ചീരു തളർന്നു ഉള്ള ടൂൾസൊക്കെ എടുത്ത് പോവുകയാണ് തിരിച്ച്. ബക്കറ്റും മറ്റേ ഷവലും ഒക്കെ എടുത്ത് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
അപ്പം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റേയിലോട്ട് പോവാം എന്നൊക്കെ ഉള്ളൊരു തീരുമാനത്തിലായിരുന്നു. പിന്നെ നമ്മൾ പോണ വഴിക്ക് അവിടെ ഒരു ചെറിയ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറാമെന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ പിന്നെ ആ മാർക്കറ്റിൽ കയറിയായിരുന്നു. ആ മാർക്കറ്റൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട്. അപ്പം അവിടെ മാർക്കറ്റിൽ കയറി നടന്നിട്ടും തീരുന്നില്ല. പിന്നെ എല്ലാം ഭയങ്കര ഭംഗിയുള്ള സാധനങ്ങളാണ്, പക്ഷെ ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ് എല്ലാം. ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്നതിൻ്റെ പകുതി വിലയ്ക്ക് അവർ നമുക്ക് തരും. അപ്പോൾ നമ്മളതിങ്ങനെ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. കാര്യം അത്രയും ഓവർ പ്രൈസ്ഡ് ആണ് എല്ലാ സാധനങ്ങളും. പിന്നെ ഗോവയല്ലേ സ്വാഭാവികം. നല്ല ഡ്രസ്സുകളും ബീച്ച് വെയേഴ്സും പിന്നെ എല്ലാം ഇങ്ങനത്തെ നല്ല നല്ല ഭംഗിയുള്ള സാധനങ്ങളായിരുന്നു എല്ലാം. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒത്തിരി അങ്ങനെ ഷോപ്പ് ചെയ്തൊന്നുമില്ല, ജസ്റ്റ് എല്ലാം നടന്നൊക്കെ ഒന്ന് കണ്ടു. അങ്ങനെ മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ടു എല്ലാം. പിന്നെ ബാറ്, അവിടെ മുക്കിന് മൂലയ്ക്ക് ബാറാണ്. ബാറില്ലാത്ത സ്ഥലമില്ല ഗോവയിൽ. പിന്നെ എല്ലാം നല്ല വൈബാണ്. പിന്നെ സൗത്ത് ഗോവ ആയതുകൊണ്ട് കുറച്ച് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാ ഷോപ്പിലൊക്കെ പോയി ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ചെന്ന് ഫുഡൊന്നും കഴിക്കേണ്ട, ചെന്ന് കിടന്ന് ഉറങ്ങാമെന്നുള്ള ഇതിലൊക്കെ ആയിരുന്നു. അപ്പോൾ ചീരുനൊന്ന് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞു. നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് ബീച്ചിൽ നടക്കാമെന്ന് പറഞ്ഞ് ബീച്ചിലോട്ട് ഇറങ്ങിയപ്പം ബീച്ചിൽ ഇതാണ്, ബീച്ചിൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും മ്യൂസിക്കും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം പിന്നെ നമ്മൾ ഫുഡും കഴിച്ച് ചെന്ന് കിടന്ന് ഉറങ്ങാമെന്നും പറഞ്ഞ് ഡിസിഷൻ എടുത്ത ഞങ്ങൾ അവിടെ ഒരു ടേബിളൊക്കെ ബുക്ക് ചെയ്ത് അവിടെ ഇരിപ്പായി. ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാൻ, കാര്യം ഉച്ചയ്ക്കൊക്കെ ഹെവി ആയിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ച് കിടക്കാമെന്നൊക്കെ പറഞ്ഞ് പോയി ഞങ്ങൾ. നല്ല അടിപൊളി ഫുഡും കഴിച്ച് എന്തൊക്കെയോ ഓർഡർ ചെയ്ത്, എന്തോ ഫിഷിൻ്റെ എന്തോ സംഭവങ്ങളും എന്തൊക്കെയോ ഓർഡർ ചെയ്ത് അവിടെ ഇരുന്നു കുറേ സമയം. ഭയങ്കര സുഖമായിരുന്നു അവിടെ ഇങ്ങനെ ഇരിക്കാൻ, ബീച്ചിൻ്റെ സൈഡിൽ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കുറേ സമയം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ രാത്രി ചെന്നിടന്ന് ഉറങ്ങി. നാളെ എന്തൊക്കെയോ പ്ലാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെന്നിടന്ന് ഉറങ്ങി. രാവിലെ പിന്നെ എണീറ്റു. ഗുഡ് മോർണിംഗ് ചെയ്യൂ. ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല. ഇതാണ് നമ്മുടെ നമ്മുടെ റിസോർട്ടിൻ്റെ അവിടെയുള്ള ബീച്ച്. അതും ഇതുപോലെ ഭയങ്കര ഭംഗിയുള്ളൊരു ബീച്ചായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ബീച്ചിൻ്റെ സൈഡിൽ വലിയ മലകളൊക്കെ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇതാണെങ്കിൽ സൈഡിൽ മലകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ്. പിന്നെ ഭയങ്കര നീറ്റുമാണ്. പിന്നെ പ്രൈവറ്റ് ബീച്ച് ആയതുകൊണ്ട് അങ്ങനെ ഓവർ ക്രൗഡഡും അങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പം നമ്മളവിടെ റിലാക്സ് ചെയ്ത് അവിടെ ഇരുന്ന് കുറേ സമയം കഴിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. അങ്ങനെ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നപ്പം ലച്ചുവിന് എന്തോ ഒരു സാധനം കിട്ടിയിട്ട് അത് ലച്ചുവിന് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവളത് എനിക്ക് തന്നു. പക്ഷെ അത് കഴിച്ചപ്പോഴത്തേക്ക് എനിക്കത് എന്താ പറയുക, വല്ലാത്തൊരു ടേസ്റ്റും എന്തൊക്കെയോ ഫീൽ ചെയ്തു. എൻ്റെ എക്സ്പ്രഷനാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വൃത്തികെട്ട സാധനം. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റിലാക്സ് ചെയ്തിരുന്ന് കഴിച്ചു. ഈ ബീച്ച് വ്യൂവും അതിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എണീറ്റ് പോകാനേ തോന്നുന്നില്ലായിരുന്നു. അത്ര ഭംഗിയുള്ള സ്ഥലമായിരുന്നു. പിന്നെ അത്ര ഭംഗിയുള്ളൊരു അറ്റ്മോസ്ഫിയറും ആയിരുന്നു. നമ്മൾ റിലാക്സ് ചെയ്ത് നമ്മളൊന്നിനും തിരക്ക് കൂട്ടിയില്ല. എല്ലാം ക്വയറ്റായിട്ടിരുന്ന് കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. അപ്പം അന്നത്തെ പ്ലാനിൽ നമുക്ക് എവിടെ നിന്നും നല്ല ഫുഡ് കഴിക്കണം, പിന്നെ രണ്ട് സ്ഥലങ്ങൾ കാണണം എന്നൊക്കെ ഉള്ളതായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കാബോഡിരാമ ഫോർട്ട് എന്ന് പറഞ്ഞ ഒരു ഫോർട്ടിലോട്ട് പോയി, ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു പഴയ ഫോർട്ടാണ്, ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു ഫോർട്ടാണ്. അപ്പോൾ ഫോർട്ടിനകത്തൊരു ചെറിയ ചർച്ചും പിന്നെ അവിടെ ഒരു ബീച്ചും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അതിനകത്തോട്ട് പോവാണ്. കബോഡിരാമ ഫോർട്ടിൻ്റെ ഹിസ്റ്ററിയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല, അപ്പം എല്ലാം വായിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും എനിക്ക് ശരിക്കും അത് ഓർമ്മയില്ല. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ എന്താ പറയുക ഫോർട്ടിനകത്തോട്ട് കയറി. അപ്പോൾ ആ ഫോർട്ടിലൊരു വലിയ പീരങ്കിയൊക്കെ അവിടെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പം ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അവിടെ, എനിക്കത് ഓർമ്മയില്ല. അതിനുള്ളിൽ കയറാൻ എന്തോ ചെറിയ ടിക്കറ്റ് എന്തോ ചെറിയ പൈസ എന്തോ ഉണ്ട് ടിക്കറ്റ് എടുത്ത്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അതിനകത്തോട്ട് കയറി. അതിനകത്ത് കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലം. എന്താ പറയുക, ഫുൾ പച്ചപ്പും ഹരിതാപവും മാത്രം അതിനകത്തോട്ട് കയറിയപ്പം. അത് പിന്നെ നമ്മൾ പോയ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കര വെയിലും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. വെയിലുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ആ ചൂടൊന്നും അധികം ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ശരിക്കും ഈ എല്ലാവരും ഈ സൗത്ത് ഗോവ കൂടുതലും പ്രിഫർ ചെയ്യണം. നോർത്ത് ഗോവ ഓക്കെ, നോർത്ത് ഗോവ ഭയങ്കര വൈബും മ്യൂസിക്കും പബ്ബും അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഇതാണ്. പക്ഷേ സൗത്ത് ഗോവ ഭയങ്കര കാമാൻ ഒരു നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഇത് അവിടെ ഒരു ചർച്ച് ഉണ്ട്. അപ്പോൾ ആ ചർച്ചിൽ അതെന്തോ ഒരു ഹോണ്ടഡ് ചർച്ച് എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്, എനിക്ക് അറിയത്തില്ലാണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച് അവിടെ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു ചെറിയ ചർച്ചാണ്.
അതും ഇതുപോലെ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ചർച്ച എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ സൈഡിലോട്ട് ആ ബീച്ചിലോട്ട് ഇറങ്ങി പോവാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ബീച്ചിലോട്ടുള്ള വഴികളൊക്കെ ആണെങ്കിൽ ഇതുപോലെയാണ്. ആ ഫോർട്ടിന് എല്ലാ സൈഡും ഫോർട്ടാണ്. എന്നിട്ട് ആ ബീച്ചിലോട്ട് ഇങ്ങനെ നമുക്ക് ഈ ഫോർട്ടിനകത്തൂടെ ഇറങ്ങി പോവാം. അപ്പം ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയുള്ളൊരു ബീച്ചാട്ടോ. നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും. കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും റിസ്ക് എടുത്ത് ഇറങ്ങി പോകാൻ പറ്റും. ഒരു പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അകത്തോട്ട് ഇറങ്ങി പോകണം. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിനധികം റിസ്ക് എടുത്തില്ല. പിന്നെ ഞങ്ങൾ ആ പള്ളിയൊക്കെ തന്നെ ചുറ്റി കണ്ടു. അവിടെയൊക്കെ കുറേ കറങ്ങി, അവിടേക്ക് കുറേ സമയം ഇരുന്നു, ഫോട്ടോസൊക്കെ എടുത്തു. ഇത് നല്ലൊരു സ്ഥലമായിരുന്നു. ഭയങ്കര ക്വയറ്റായിട്ട്, അങ്ങനെ ഭയങ്കര തിക്കും തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ കുറേ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകാം എന്നൊക്കെയുള്ള പ്ലാനിൽ അങ്ങനെ കാണുകയാണ്. ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര പഴയ ഫോട്ടോയാണ്, ഒത്തിരി പഴക്കമുള്ളൊരു ഫോട്ടോ. പക്ഷെ അതങ്ങനെ ആണെങ്കിലും ഇവിടെ വേറൊന്നുമില്ല ആക്ച്വലി. ഈ പള്ളിയും ബീച്ചും ഈ ഫോർട്ട് മാത്രമേ ഉള്ളൂ. ആ ബീച്ചിലോട്ട് ഇറങ്ങാൻ കുറച്ച് റിസ്ക്കാണ്, അതുകൊണ്ട് ഇറങ്ങിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു, കുറേ പേരൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അവിടെ ചെറിയൊരു കഫേ പോലെയൊക്കെ ഉണ്ട്, അവിടെ ചെന്നിരുന്ന് കോഫിയൊക്കെ കുടിക്കാം. ബീച്ചിലങ്ങ് ഇറങ്ങി എത്തുമ്പോഴത്തേക്കും നോർമൽ നല്ല ഒരു ബീച്ച് ഇത് തന്നെയാണ്. പക്ഷേ ഇറങ്ങി പോകുന്ന വഴി കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ പോയില്ല. ഞങ്ങൾ പിന്നെ അവിടെ കുറേ സമയം കറങ്ങി. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ ബീച്ചിൻ്റെ വ്യൂ കുറച്ചുകൂടെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സൈഡിലോട്ട് മുകളിൽ കയറാൻ വേണ്ടി അതിൻ്റെ സൈഡിൽ കൂടെ മുകളിലോട്ട് കയറാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ സൈഡിൽ പോയിന്ന് കുറച്ച് നോക്കി. അപ്പം നല്ല ഭംഗിയാട്ടോ കാണാൻ. ഇതിൽ കാണുന്ന പോലെയൊന്നുമല്ല. ഇതെൻ്റെ ഫോണിൻ്റെ ക്യാമറയിൽ നിന്ന് അത്ര ഒരു സുഖമില്ലാത്തതുകൊണ്ടാണ് അത്ര ഭംഗിയായിട്ടൊന്നും കിട്ടാത്ത. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുണ്ട്. പിന്നെ എനിക്കത് എടുക്കാനും അത്രയൊന്നും അറിയത്തില്ല, അങ്ങനെയുള്ളതാണ്. പിന്നെ അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയാൽ കുറച്ചുകൂടെ നല്ല വ്യൂ ആണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ട് കയറി. മുകളിൽ കയറിയപ്പോൾ ശരിയാണ് കേട്ടോ, ഭയങ്കര ഭംഗിയായിരുന്നു. അതിൻ്റെ മുകളിൽ കയറിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് എൻ്റെ നിന്ന് പോയി എന്ന് തോന്നുന്നു, വീഡിയോ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയിട്ട് ഞങ്ങളിനി എവിടെയെങ്കിലും പോയി ഫുഡൊക്കെ കഴിക്കാം എന്നുള്ള പ്ലാനിൽ ഇങ്ങനെ ഇറങ്ങുവാണ്. അവിടെ നിന്ന് നമുക്ക് നല്ല വിശപ്പായിരുന്നു. അപ്പോഴത്തേക്ക് 2 മണി എന്തോ ആയി. നമ്മൾ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാം, ഫുഡിൻ്റെ റെസ്റ്റോറൻ്റൊക്കെ തപ്പി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പോണ വഴിക്ക് ഒരു നല്ല സ്ഥലം കണ്ടു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് സമയം നിർത്തി ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അമ്മ ഇങ്ങനെ ലച്ചുവിന് പോസൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു, എങ്ങനെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉള്ളത്. ലച്ചു അങ്ങനെ പോസൊക്കെ ചെയ്തു. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്സൊക്കെ ഗൂഗിൾ ചെയ്ത് അവസാനം നമ്മൾ മാർട്ടിൻസ് കോർണർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള അവിടെ ഗോവൻ റെസ്റ്റോറൻ്റാണ്. അവിടെ പോയി ഗോവൻ താലിയും ഗോവൻ റവ ഫ്രൈയും ഗോവൻ ഫിഷ് കറിയൊക്കെ കൂട്ടി. ഗോവയിൽ പോയിട്ട് ഗോവൻ ഫിഷ് കറി കൂട്ടാണ്ട് കഴിക്കാതെ വരാൻ പറ്റത്തില്ല. അതെല്ലാം കഴിച്ചു. എന്നിട്ട് 2-3 ഡെസേർട്ടൊക്കെ ഓർഡർ ചെയ്തു. പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ, സൂപ്പർ ഫുഡായിരുന്നു. സൂപ്പർ ഫുഡെന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡ്. ഞങ്ങൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തു, എല്ലാം നല്ലതായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു ചർച്ച് കാണാൻ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയായിരുന്നു. പക്ഷേ ആ ചർച്ച് ക്ലോസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് പുറത്ത് നിന്ന് കാണാൻ പറ്റുള്ളൂ. ഭയങ്കര വലിയൊരു ചർച്ചാട്ടോ, ഭയങ്കര പഴയ ഒരു ചർച്ചാണ്. അവിടെ എന്തോ റെനോവേഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ഭംഗിയായിരുന്നു ആ ചർച്ച് കാണാൻ. എനിക്ക് ഭയങ്കര വിഷമമായി ഇപ്പോൾ അതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല എന്ന്. പിന്നെ അതിൻ്റെ അടുത്തൊരു മ്യൂസിയമൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാം എന്നുള്ള ഇതിൽ ഇറങ്ങി. അടുത്തതായി ചീരന്റെ നേതൃത്വത്തിൽ ഒരു സംഘഗാനം നമ്മളെല്ലാവരും കൂടെ ആലപിക്കാൻ പോവുകയാണ്. ജോയിൻ us guys. കണ്ടില്ല, ചേച്ചിനെ കണ്ടില്ല. അയ്യോ പണി പണിലോ ദരിദ്രം പണി വെക്കാനാരുമില്ലല്ലോ. അയ്യോ പണി പണിലോ ദരിദ്രം പണി വെക്കാനാരുമില്ലല്ലോ. പണി പണിലോ ദരിദ്രം പണി വെക്കാനാരുമില്ലല്ലോ. അങ്ങനെ അന്നത്തെ ദിവസം ചീരുവിൻ്റെ സംഘാടനത്തോടെ അവസാനിച്ചു. ഞങ്ങൾ സൗകര്യം കുറേയൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.